റെജി ലൂക്കോസ്. ഇടതുപക്ഷ നിരീക്ഷകൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി കാണിച്ചിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇടതുപക്ഷ അനുഭാവി എന്നതിൽ നിന്ന് BJPയുടെ നേതാവായിട്ട് മാറുന്നു. അദ്ദേഹം ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പുല്ല് വിലയില്ലാത്തൊരു സാധനമാണെന്ന് CPM പറയണം, CPMന്റെ ആണികൾ പറയണം. ഇത് ഈ സൈബർ കമ്മികളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോട്ടയം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് റെജി ലൂക്കോസ് ഒരു ഘടകത്തിലും പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ ചിന്തകൾ മനസ്സിലേറുന്ന ഒരാൾക്ക് സംഘപരിവാർ ശക്തികളുടെ പിന്തുണയുള്ള ഒരു BJPയുമായിട്ട് എങ്ങനെ സഹകരിക്കാൻ പറ്റും? സഹകരിക്കാൻ പറ്റത്തില്ലേ? ഇടതുപക്ഷ ബോധമുള്ള EMSന്റെയും ജ്യോതി ബസുവിൻ്റെയും സമയത്ത് അപ്പുറത്ത് വാജ്പേയിയും അദ്വാനിയും നിൽക്കുമ്പം ഇവർ ഒരുമിച്ച് പുറത്തു നിന്ന് VP സിംഗിനെ പിന്തുണച്ചിട്ടില്ലേ? വാജ്പേയിയുടെ കാലഘട്ടത്തിലെ BJP അല്ല ഇന്നുള്ളത്. OK വാസുവിനെ പോലെ സംഘപരിവാറിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് സഖാവാക്കാമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് അപ്പുറത്തോട്ടും പോകാം. പിണറായി വിജയന്റെ ചരിത്രം എന്താണ്? പാർട്ടിയിൽ പ്രവർത്തിച്ച ചരിത്രം എന്താണ്? അതോടൊപ്പം തന്നെ P രാജീവിന്റെ സമരചരിത്രം എന്താണ്? M സ്വരാജിന്റെ സമരചരിത്രം എന്താണ്? രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ടെലിവിഷൻ ചാനലുകളിൽ ഇരുന്ന് സംസാരിച്ചിരുന്ന ആളാണ് ശ്രീ റെജി ലൂക്കോസ്. ഇടതുപക്ഷ നിരീക്ഷകൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി കാണിച്ചിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇടതുപക്ഷ അനുഭാവി എന്നതിൽ നിന്ന് BJPയുടെ നേതാവായിട്ട് മാറുന്നു. എന്താ പറയാനുള്ളത്? റെജി ലൂക്കോസ് BJP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളൂ. കമലാദാസ് എന്ന മാധവിക്കുട്ടി കമലാസുരിയായിട്ട് മാറുമ്പം ഞാൻ എൻ്റെ കൃഷ്ണയും കൊണ്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വളരെ അടുത്ത ആത്മബന്ധമുള്ള ജ്യേഷ്ഠ സഹോദര തുല്യനായിട്ടുള്ള ഒരാളാണ് ശ്രീ റെജി ലൂക്കോസ്. റേച്ചാനും ഞാനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികൾ, സോഷ്യലിസ്റ്റ് ചിന്താഗതി അത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് നടപ്പിലാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ അത് നടപ്പിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉട്ടോപ്യൻ കമ്മ്യൂണിസം കൊണ്ടൊന്നും ആക്കുന്നതല്ല. അന്ന് എഴുതിയ കിതാബിലെ സാധനങ്ങൾ അതേപോലെ ഇന്നിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്തുള്ള അപ്രായോഗികതകളെക്കുറിച്ചും മാത്രമല്ല, അദ്ദേഹം ചിലപ്പോഴൊക്കെ CPMന് വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് ചാനൽ ചർച്ച പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇന്ന് നിങ്ങൾ പറഞ്ഞ ശുദ്ധവൃത്തികളായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൻസിലെടുക്കുകയും നിരന്തരമായി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് മാനസികമായിട്ട് പല കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ വളരെ ദീർഘമായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചതാണ്. പിന്നെ പല കാര്യങ്ങളും ഇരുന്ന് സംസാരിച്ചതാണ്. അതൊക്കെ ഇപ്പോൾ ഇവിടെ ക്യാമറയുടെ മുമ്പിൽ പറയാൻ പ്രയാസമുണ്ട്. അപ്പം അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPMന് വേണ്ടിയിട്ട് ഏറ്റവും TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെയും ശ്രീരാമകൃഷ്ണൻ്റെയും ഒക്കെ വളരെ പൊതു സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ പ്രായത്തിൽപ്പെട്ട എന്നാൽ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള CPMൻ്റെ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവരോരോ തോന്നിയാസം കാണിക്കുക എന്നിട്ട് വൈകിട്ട് നമ്മൾ പോയിട്ട് ചാനലിൽ പോയിട്ട് ന്യായീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറ്റബോധം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ ന്യായീകരിക്കാൻ പോകുന്ന ന്യായീകരണ തൊഴിലാളികളായിട്ട് കാണുന്ന ആളുകളായിട്ട് ഇവരെ മാറ്റപ്പെട്ടിരിക്കുക. അഡ്വക്കേറ്റ് BN ഭാസ്കർ CPMന് വേണ്ടി നിരന്തരമായി സംസാരിക്കുന്ന പാർട്ടി മെമ്പറാണ്, ലോയേഴ്സ് യൂണിയനകത്തുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനകത്തുള്ള എതിർപ്പ് പരസ്യമായി ചാനൽ ചർച്ചയിൽ പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഈ സൈബർ കടന്നലുകളെല്ലാം കൂടെ വന്നിട്ട് പുള്ളിയെ കല്ലെറിയുക. അത് വെറും നിരീക്ഷകൻ മാത്രമാണ്, പാർട്ടിയുടെ ചുമതലപ്പെടുത്തിയ ആളല്ല, പാർട്ടി മെമ്പറാന്നേ. അപ്പോൾ ഈ നിരീക്ഷകന്മാർക്കൊക്കെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുക. CPMൻ്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ CPMൻ്റെ മുഖ്യമന്ത്രിയെക്കാളും അല്ലെങ്കിൽ മന്ത്രിമാരെക്കാളും MP-മാരെക്കാളും MLA-മാരെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമായി സാധാരണഗതിയിൽ പാർട്ടിക്കാർ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ പാർട്ടി അംഗത്വമാണ്. പാർട്ടി അംഗത്വത്തെക്കാൾ വലുതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. PBയിൽ നിന്നും CCയിൽ നിന്നൊക്കെ പ്രായാധിക്യം കാരണം ഒഴിവാക്കപ്പെടുന്നവരും പാർട്ടി അംഗമായിട്ടാണ് ഭരിക്കുന്നത്. പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് വിലപ്പെട്ട ഒന്നാണ്. ഒന്നുകിൽ പറയാം പാർട്ടി അംഗത്വം എന്ന് പറഞ്ഞാൽ ഒരു കോപ്പല്ല എന്ന് പറയുന്നത്. ഹസ്കറിനെ സംബന്ധിച്ച് ഹസ്കർ ഇപ്പം നാളെ മറ്റന്നാൾ കോൺഗ്രസ് ചേരും, കോൺഗ്രസുമായിട്ട് ഓൾറെഡി ധാരണ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അല്ല എന്തോട്ടെ ഞാൻ പറയട്ടെ, പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പുല്ല് വിലയില്ലാത്തൊരു സാധനമാണെന്ന് CPM പറയണം, CPMൻ്റെ ആണികൾ പറയണം. ഇത് ഈ സൈബർ കമ്മികളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല CPMൻ്റെ മെമ്പർഷിപ്പിന് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ CPMൻ്റെ സഹയാത്രികനായിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്ന CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫസർ MN വിജയൻ മാഷും കടമനിട്ട രാമകൃഷ്ണനും ഈ പറയുന്ന സ്വത്വവാദം ഉന്നയിച്ച് നടക്കുന്ന KEN ഉൾപ്പെടെയുള്ളവരെല്ലാം കടന്നു വന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് റെജി ലൂക്കോസ്. ആ റെജി ലൂക്കോസ് പോയി എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. ആ റെജി ലൂക്കോസ് ഇവരുടെ ചാനൽ മുഖമായിട്ട് നിന്നിരുന്ന ആളാണ്. ഇവർക്ക് പോയിട്ട് സമർത്ഥിക്കാൻ അവർക്ക് ഹെൽപ്പുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് ബബ്ബ എന്ന് പറഞ്ഞിട്ട് വിമാനത്താവളത്തിൻ്റെ വള എത്രയാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ പോകുമ്പം റെജി ലൂക്കോസിനെ പോലുള്ളൊരു കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഇവരതിന് ചുമതലപ്പെടുത്തിയത്. ഇവർ പറയാതെ അവരെ വിളിക്കത്തുമില്ലല്ലോ. ചില സമയങ്ങളിലൊക്കെ ചില ആളുകൾ പല ഇടതുപക്ഷ നിരീക്ഷകരായിക്കോട്ടെ, വലതുപക്ഷ നിരീക്ഷകരായിക്കോട്ടെ, ചില സാമൂഹിക നിരീക്ഷകരായിക്കോട്ടെ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിവിഷൻ ചാനലുകളുടെ ബന്ധമുള്ള PR ഏജൻസികൾ വഴി
വഴിയായിട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടൊക്കെ ഈ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. വലതുപക്ഷത്തിന് പറ്റും, ഇടതുപക്ഷത്തിന് പറ്റും, വലതുപക്ഷത്തിന് പറ്റും, ഇടതുപക്ഷത്തിന് അല്ലാതെ പറ്റും. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞാൻ ചാനൽ ചർച്ച പങ്കെടുത്തിരുന്നതാണല്ലോ. ചാനൽ ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുമ്പോൾ CPM-ന്റെ പാർട്ടി മെമ്പർക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാർട്ടി ബ്രാഞ്ച് അറിയണം. പാർട്ടി ബ്രാഞ്ച് അറിയാതെ നാളെ പോകണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പോകരുത്, CPM സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ പോകരുതെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇനിയിപ്പോൾ നാളെ തൊട്ട് റജി ലൂക്കോസിനെ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. BJP-യുടെ ആളായിട്ട് വേണമെങ്കിൽ പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ CPM-ന്റെ പാർട്ടി മെമ്പറായിരുന്ന ആൾ, അതല്ലാതെ പിന്നെ പാർട്ടി മെമ്പർ അല്ലാതെ ഇപ്പം മറ്റേ ജേക്കബ് ജോർജ് പോകുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് പോകുന്നത് പോലെ, വേറുള്ളവർ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് പറയാം. CPM-ന്റെ പാർട്ടി മെമ്പറാണ്. CPM-ന്റെ കേന്ദ്രീകൃത ജനാധിപത്യ പിന്നെ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു സംഘടനയ്ക്കകത്തെ പാർട്ടി മെമ്പർ പോകുക എന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പർഷിപ്പാണ് എന്ന് പറയുകയും. കോട്ടയം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് റജി ലൂക്കോസ് ഒരു ഘടകത്തിലും പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെനിക്കറിയത്തില്ല. പാർട്ടി മെമ്പർ ആണെന്നുള്ളത് ഒരു ഘടകത്തിലും അംഗമല്ല, പാർട്ടി മെമ്പർ അല്ലെന്നാണ് പറയുന്നത്. റജി ലൂക്കോസ് പാർട്ടി മെമ്പറാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞു. പൂക്കാസയുടെ പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടന DYFI-യേക്കാൾ, SFI-യേക്കാൾ, CITU-വിനേക്കാൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷനേക്കാൾ, എല്ലാ ബാലസംഘത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ താത്വികമായിട്ടുള്ള സാധനങ്ങളാണല്ലോ CPM ഉണ്ടാക്കുന്നത്. ആ താത്വികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഈ പറയുന്ന പുരോഗമന കലാസാഹിത്യ സംഘം. പൂക്കാസൽ ഇപ്പോഴും ഉണ്ടോ? പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗമാ. കോട്ടയം ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്ന പത്രസമ്മേളനം, കോട്ടയം ജില്ലാ സെക്രട്ടറിക്ക് വെളിവുണ്ടാക്കി കൊടുക്കൽ എന്റെ പണിയല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം കോട്ടയം ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായിട്ട് നടത്തിയ പത്രസമ്മേളനമാണ്. കോട്ടയം ജില്ലാ സെക്രട്ടറി പൂക്കാസ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണെന്ന് എനിക്കറിയാം. ഔദ്യോഗികമായിട്ട് നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി പറയുന്നു ഈ റജി ലൂക്കോസ് എന്ന് പറയുന്ന ആള് ഈ CPM-ന്റെ ഒരു ഘടകത്തിലും പ്രവർത്തിക്കുന്നില്ല. P ചന്ദ്രശേഖരനെ കൊന്നതിൽ പാർട്ടിക്കാർക്കാർക്കും പങ്കില്ലാന്നുകൊണ്ട് പിന്നെ കുഞ്ഞനന്തം പോയിട്ട് ജയിലിൽ കിടന്നു. പിന്നെ P ചന്ദ്രശേഖരന്റെ ആ സമയത്ത് പറഞ്ഞതും അതും ഇതുമായിട്ട് കൂട്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഒരാളുടെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജില്ലാ സെക്രട്ടറി നടത്തുന്ന ഡിക്ലറേഷനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, പൂക്കാസര സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് പാർട്ടി മെമ്പർഷിപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊക്കെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലെ വരെ പിന്തുടർന്നിരുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതി ഇട്ടതിന് ശേഷം കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്തിന് എന്തൊക്കെ മൂല്യ ശോഷണം സംഭവിച്ചുകൊള്ളട്ടെ, ഇടതുപക്ഷ ചിന്തകൾ മനസ്സിലേറുന്ന ഒരാൾക്ക് സംഘപരിവാർ ശക്തികളുടെ പിന്തുണയുള്ള ഒരു BJP-യുമായിട്ട് എങ്ങനെ സഹകരിക്കാൻ പറ്റും? സഹകരിക്കാൻ പറ്റത്തില്ലേ? ഇടതുപക്ഷ ബോധമുള്ള പിന്നെ EMS-ന്റെയും ജ്യോതി ബസുവിൻ്റെയും സമയത്ത് അപ്പുറത്ത് വാജ്പേയിയും അദ്വാനിയും നിൽക്കുമ്പം ഇവർ ഒരുമിച്ച് പുറത്തു നിന്ന് VP സിംഗിനെ പിന്തുണച്ചിട്ടില്ലേ? വാജ്പേയിയുടെ കാലഘട്ടത്തിലെ BJP അല്ല ഇന്നുള്ളത്. അന്നും ഐഡിയോളജി വാജ്പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യുലറിസ്റ്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ വളരെ സമാധാനപ്രിയനായിരുന്നു എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. അയോധ്യ സംഭവത്തിന് ശേഷം വന്നിട്ടുള്ള BJP-യിൽ കടന്നുകൂട്ടിയിട്ടുള്ള സംഘപരിവാർ ആശയങ്ങൾ, അത് അല്ലെങ്കിൽ അതിതീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നതിന് എങ്ങനെ റജി ലൂക്കോസിനെ പോലുള്ള ഒരു മതേതരവാദിക്ക് അംഗീകരിക്കാൻ പറ്റും? പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സംഘപരിവാർ ശക്തികളുടെ ആശയങ്ങളോട് യോജിച്ച് മുൻപോട്ട് പോകുന്ന BJP-യുമായിട്ട് എങ്ങനെയാണ് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള റജി ലൂക്കോസിന് യോജിക്കാൻ പറ്റുന്നതാണ് എന്റെ ചോദ്യം. KV സുധീഷിന്റെ പിന്നെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന OK വാസുവിനെ മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് സഖാവ് OK വാസു എന്ന് വിളിച്ചവരാണ് CPM. PV അൻവറിനെ സഖാവ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടന്ന അവസാനം ഞാൻ സഖാവല്ലായിരുന്നു. അല്ലല്ല, ഞാൻ OK വാസുവിനെ പോലെ സംഘപരിവാറിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് സഖാവാക്കാം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് അപ്പുറത്തോട്ടും പോകാം. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി മാറിയിരിക്കുന്നു. ഒരു BJP-കാരൻ കോൺഗ്രസ്സുകാരനാവുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ CPM-കാരനാകുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ BJP-കാരനാകുന്ന പോലെ അല്ല ഒരു ഇടതുപക്ഷ ചിന്തകൻ BJP-യിലേക്ക് പോകുക എന്ന്. ഇപ്പൊ AP അബ്ദുള്ളക്കുട്ടിയുടെയൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ AP അബ്ദുള്ളക്കുട്ടിയുടെയൊക്കെ രീതികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഒരു ഇടതുപക്ഷ ചിന്തകൻ ഒന്നും അല്ല ഈ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്നത്. ഇത് ഇടതുപക്ഷ ചിന്തകൻ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ ആശയങ്ങൾ കഴിഞ്ഞ 35 വർഷക്കാലത്തോളം പിന്തുടർന്ന ഒരു വ്യക്തി. ആ വ്യക്തി BJP-യിലേക്ക് ചേരുന്നതിനൊന്നും പ്രശ്നമില്ല. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് അദ്ദേഹം ആൻസർ ചെയ്യണം. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല. CPM നിങ്ങൾ തിരുത്തണം, നിങ്ങൾ തിരുത്താൻ തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കുറിപ്പിൽ, ഏതെങ്കിലും ഒരു ചർച്ചയിൽ, ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ CPM തിരുത്തണം, ഇടതുപക്ഷം തിരുത്തണം, ഇടതുപക്ഷത്തിന്റെ നയവ്യതിയാനങ്ങൾ മന്ത്രി VN വാസുവൻ ഉൾപ്പെടെയുള്ള, എനിക്ക് എല്ലാ കാര്യങ്ങളും ക്യാമറയുടെ മുമ്പിൽ പറയാൻ പ്രയാസമുണ്ട്. വാസുവനൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ധാരണയുണ്ടായിരുന്നു. പല സമയത്ത് ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. റജി ലൂക്കോസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി ഞാനുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് തന്നെ ഇന്ന് കേട്ടപ്പം അത്ഭുതം തോന്നിയിട്ടില്ല. കഴിഞ്ഞ പല സമയത്ത് ഞാനിത് ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെപ്പോലെ ഇത്ര കണ്ട്
വംശീയ വിദ്വേഷം പറയുന്ന, ഒരു കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന, വെള്ളാപ്പള്ളി ക്രിസ്ത്യാനികൾക്ക് സ്ഥാപനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം മുസ്ലിങ്ങളെ നേരെ അങ്ങനെ വംശീയത പറയുകയും, എന്നാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സാധാരണ ശ്രീനാരായണീയർക്ക്, സാധാരണ ഇവിടുത്തെ ഈഴവ സമുദായത്തിന് അർഹമായത് പലതും, മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അറിയാം. അങ്ങനെയുള്ള ആളെ, തനി വർഗീയത വിളിച്ച് പറയുന്ന ആൾ ഒന്നാം നമ്പർ സ്റ്റേറ്റുകാരിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ജാതി മതവും നോക്കിയിട്ട് അവനെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്ന ഒരാളെ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു വേദിയിൽ വെച്ച് പരസ്യമായിട്ട് പ്രകീർത്തിക്കുന്ന സമയത്ത് അയാളെക്കുറിച്ച് എന്നാൽ VS നേരെ തിരിച്ചു പറഞ്ഞില്ല. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് ഇയാൾ നിൽക്കാതിരുന്ന് പോയതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട് ആശയപരമായിട്ട്. ഞാൻ പരമാവധി പറഞ്ഞിട്ടുള്ള പാർട്ടിക്കകത്ത് തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിയോട് പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ എക്സ്ട്രീം ഒരു ഡിസിഷനിലേക്ക് പുള്ളി പോയതിനകത്ത് ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിനകത്തൊരു വിയോജിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെജി ലൂക്കോസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് തന്നെ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ കാറിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ കയറി ഇതിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. റെജി ലൂക്കോസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ റെജി ലൂക്കോസ് ടോക്സ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇന്ന് വരെ ഒരക്ഷരം വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ വണ്ടിയിൽ കയറി തെറ്റായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം ഒന്ന് സൂക്ഷിച്ച് കേൾക്കണേ. എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹം ഇവിടെ ചർച്ചകൾ നടത്തുന്നു BJP-യുമായിട്ട്. BJP-യിൽ സേഫ് ലാൻഡിംഗ് നടത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം CPM-നെതിരെ സംസാരിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം CPM-നെതിരെ സംസാരിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ സംശയിക്കേണ്ടത്. അവിടെയാണ് ഉള്ള വിഷയം നിൽക്കുന്നത്. ഇപ്പം ഞാൻ CPM-നകത്തുണ്ടായിരുന്ന CPM വളരെ കുഞ്ഞു പ്രായത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് എത്തി, 18 വയസ്സിൽ തന്നെ എത്തി, 21 വയസ്സിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായി ഒക്കെ പ്രവർത്തിച്ചു. CPM-നകത്ത് പ്രവർത്തിച്ച സമയത്ത് ഞാൻ പുറത്ത് CPM-നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചായക്കടയിൽ ഇരുന്ന് പറയാറില്ലായിരുന്നു. അന്ന് പാർട്ടി ഫോറത്തിലാണ് പറയുക. പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായതിനു ശേഷം ഞാൻ പിന്നെ നാട്ടിൻപുറത്തെ കടയിൽ ഇരുന്നിട്ടും പറയാൻ തുടങ്ങി, ഫേസ്ബുക്കിലും പറയാൻ തുടങ്ങി, ഒക്കെ പറയാൻ തുടങ്ങി. റെജി ലൂക്കോസ് ഇന്ന് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം പിന്നെ പാർട്ടിക്ക് പുറത്തായി. പാർട്ടിക്കകത്തുനിന്നുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് പറയാം. പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടി ഘടകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്, പാർട്ടി നേതാക്കന്മാരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, പല വിഷയങ്ങൾക്കകത്തുള്ള ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പുള്ളിയുടെ വക്കീലൊന്നുമല്ല. അഡ്വക്കേറ്റ് അസ്കർ ഉയർത്തിയ ഒരു വിമർശനം വളരെ വസ്തുതാപരമാണ്. പക്ഷേ അഡ്വക്കേറ്റ് അസ്കർ പാർട്ടിക്കകത്ത് നിന്നിട്ട് ചാനലിൽ വന്ന് പരാമർശം നടത്തിയോണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടി വാൺ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ്. അത് അച്ചടക്ക ലംഘനമായിട്ട് കാണുന്നു. റെജി ലൂക്കോസ് പാർട്ടിക്കകത്ത് നിന്നപ്പോൾ അച്ചടക്ക ലംഘനം നടത്തിയില്ല. പക്ഷേ പറഞ്ഞു തിരുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്ന് കണ്ടപ്പോൾ വിട്ടുപോയതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അതിനോട് വിയോജിപ്പുള്ള ആൾ തന്നെയായിരുന്നു. ഞാൻ പുള്ളിയോട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, CPM-നകത്ത് പിന്നെ വെള്ളം കോരാനും വിറക് വെട്ടാനും കുറേ പേര് പാർലമെൻ്ററി വ്യാമോഹം പാടില്ല എന്ന് പറയും. ഇവിടെ പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്തവരാരാ? ഇവിടെ പിണറായി വിജയന് പാർലമെൻ്ററി വ്യാമോഹം ഇല്ലേ? M സ്വരാജിന് പാർലമെൻ്ററി വ്യാമോഹം ഇല്ലേ? P രാജീവിനില്ലേ? ഇവരാരെങ്കിലും എനിക്ക് MLA ആവണ്ട, MP ആവണ്ട എന്ന് പറഞ്ഞിട്ട് പണ്ട് EMS നല്ല പ്രായത്തിൽ പരിപാടി നടത്തി. ഇവർക്കൊക്കെ പാർലമെൻ്ററി വ്യാമോഹം ഉള്ളവരാ, സ്ഥാനങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ളവരാ. വേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞതുകൊണ്ട് അനുസരിച്ചു. പാർട്ടി പറഞ്ഞാൽ കേൾക്കണം, അങ്ങനെയാണ് നിയമം. അങ്ങനൊന്നുമില്ല. പാർട്ടി പറഞ്ഞിട്ടും പാലോളി മുഹമ്മദ് കുട്ടി 2011 പൊന്നാനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായില്ല. പാലോളി പറഞ്ഞാൽ എനിക്കിനി പറ്റില്ല, ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞേ. പാലോളിക്ക് പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്തതുകൊണ്ട് ഒഴിവായതാണ്. ബാക്കി ഇതിനകത്ത് വരുന്ന MLA ആവുന്നവരും MP-മാരാവുന്നവരും പഞ്ചായത്ത് മെമ്പറാവുന്നവരും ഒക്കെ ജനസേവനം അല്ലാതെ നടത്താം. പാർലമെൻ്ററി വ്യാമോഹം ഉള്ളവർ തന്നെയാണ് എല്ലാവരും. അതിനകത്ത് ഷാഹിദ കമാലിനെ വഴിയെ കൂടെ പോയിട്ട് പലവട്ടം പിന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് കാസർഗോഡൊക്കെ പോയി തോറ്റ ഷാഹിദ കമാലിനെ കൊണ്ടുവന്ന് വനിതാ കമ്മീഷനിൽ അങ്ങ് നോക്കുന്നു. ശോഭന ജോർജിന് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്ന് കൊടിയും വീശി ഇങ്ങനെ കാണിച്ചപ്പോൾ മറ്റേത് ആനയുടെ തുമ്പി കൈയും ഒക്കെ തൊട്ട് കളിക്കലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കാണിച്ചപ്പോഴത്തേക്ക് ശോഭന ജോർജിനെ ആദ്യം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആക്കുന്നു. ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആക്കുമ്പോൾ ശോഭന ജോർജ് പുതിയൊരു ഷർട്ട് ഇറക്കുന്നു ഖാദി ബോർഡിൻ്റെ വകയായിട്ട്. ആ ഷർട്ടിന് സഖാവ് എന്നുള്ള ബ്രാൻഡ് നെയിം ഇടുന്നു. എന്നിട്ട് അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പിണറായി വിജയനെ വിളിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തതിനെ കൊണ്ടുവന്നിടുന്നു. പിന്നെ അതിൻ്റെ പിൻഗാമിയായിട്ട് P ജയരാജനെ പോലുള്ള സഖാവിനെ കൊണ്ടുവരുന്നു. KP അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഒന്നും കൂടി വന്നപ്പോഴത്തേക്ക് വന്നിട്ട് ഒടയപ്പക്കം എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം ഉണ്ടാക്കി, കാറും സ്റ്റാഫും കൊടുത്തു, ഓഫീസും കൊടുത്തിരുന്നു. PS പ്രശാന്ത് നെടുമങ്ങാട് കഴിഞ്ഞവണ മത്സരിച്ച ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നേരെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കുന്നു. ഇപ്പം ഈ കേസിലൊക്കെ ചോദ്യം ചെയ്ത് നിൽക്കുക. S ശിവരാമൻ പാർട്ടി വിട്ടുപോയി തിരിച്ചു കൊണ്ടിട്ട് പിന്നീട് S ശിവരാമനെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കുന്നു. MR മുരളി പാർട്ടി വിട്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, പിന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കുന്നു. ഇപ്പം ജില്ലാ കമ്മിറ്റിയിലിരിക്കുന്നു. OK വാസു മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കുന്നു. RSSലായിരുന്നു. RSSൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ കലാപങ്ങൾക്ക് പിന്നിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. തിരിച്ച് പലരും OK വാസുവിൻ്റെ ഉണ്ടായിരുന്നതാണ്. ഇതൊന്നും വെച്ചാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അപ്പുറത്തുള്ളതൊക്കെ എന്നെ തേടി നടക്കുമ്പോൾ ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട പലരും പരിഗണിക്കപ്പെടുന്നില്ല. ഈ ചാനൽ ചർച്ചയ്ക്ക് പോയാൽ പൈസ ഒന്നും കിട്ടത്തില്ല. എന്തായിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ റെജി ലൂക്കോസ് പോയതന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ഒരാൾ, CPM-നകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് മാനസികമായിട്ട് അതിനകത്ത് പ്രയാസമുണ്ട്. പക്ഷേ
റീച്ചാൻ പോകാനിടയായ സാഹചര്യങ്ങൾ എനിക്ക് കൺവിൻസ്ഡ് ആണ്. രാജുഭായി ഇപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ കുറിച്ച് പാർലമെൻ്ററി മോഹമില്ലേ, പി രാജീവിന് പാർലമെൻ്ററി മോഹമില്ലേ, എം സ്വരാജിന് പാർലമെൻ്ററി മോഹമില്ലേ എന്നൊക്കെ ചോദിച്ചു. കാരണം ഞാനൊന്ന് ചോദിച്ചോളട്ടെ, പിണറായി വിജയൻ്റെ ചരിത്രം എന്താണ്, പാർട്ടിയിൽ പ്രവർത്തിച്ച ചരിത്രം എന്താണ്, അതോടൊപ്പം തന്നെ പി രാജീവിൻ്റെ സമരചരിത്രം എന്താണ്, എം സ്വരാജിൻ്റെ സമരചരിത്രം എന്താണ്, അവരുമായിട്ടൊക്കെ റെജി ലൂക്കോസിനെ ഭൂമിക്കുന്നതിനുള്ള എനിക്ക് എതിർപ്പുണ്ട്. എം സ്വരാജിന്റെ സമരചരിത്രത്തെക്കാൾ ഒട്ടും മോശമില്ലാത്ത സമരചരിത്രം സമാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അല്ല, അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിലോ അതിനെ ഞാൻ അംഗീകരിക്കുന്നു. പിന്നീട് പാർട്ടിയിൽ നിന്ന് അതിനെ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സമരചരിത്രം ഒക്കെയുള്ള ഒരു വ്യക്തിയാണോ റെജി ലൂക്കോസ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഷാഹിദ കമാലിനെയും ശോഭന ജോർജ്, പിന്നെ KP അനിൽകുമാർ, പ്രശാന്ത്, ഇവരെയൊക്കെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് CPM അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ വെപ്പൺസ് ആയിട്ടാണ് CPM ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒരു അടി കൊടുക്കുക, ഓപ്പോസിറ്റ് പൊളിറ്റിക്സിനെ അടിക്കാൻ വേണ്ടിയിട്ട് ആരെ കിട്ടിയാലും എടുക്കത്തില്ലേ. ഷാഹിദ കമാലിനെ കൊണ്ട് 4 പേരെ കൂടെ ഷാഹിദ കമാലിനെ കൊണ്ട് ആരെയും കൂടത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സംസാരിപ്പിക്കാൻ പറ്റുന്നേ. കോൺഗ്രസിനകത്ത് CPM നിന്ന് പോയി കഴിഞ്ഞാൽ NK പ്രേമേന്ദ്രൻ പോയപ്പം പരനാറിയും പരമനാറിയാ. എന്നാൽ ഈ ശോഭന ജോർജ്, ഈ ഷാഹിദ കമാലും ഇവരെല്ലാം നാറികളല്ലേ? ആർക്കാ എതിരുള്ളത്? ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഇവരെ അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയാം, സന്ദീപ് വരെ കോൺഗ്രസിനകത്ത് പോയി നിൽക്കുന്നു, BJP-യിൽ നിന്ന്. പൂർണ്ണ മനസ്സോടുകൂടിയാണോ കോൺഗ്രസ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഒരിക്കലും അല്ല. ആണോ? ഇപ്പൊ അതുപോലെ തന്നെ CPM-ൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാലും അവനെ പൂർണ്ണ മനസ്സോടുകൂടിയാണോ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? എന്നിട്ട് ആദ്യം ഗ്രൂപ്പ് കമ്മിറ്റി പ്രവർത്തിക്കാൻ പറയണേ. എന്റെ ഒരു കൺസേൺ ഇത് മാത്രമാണ്. ഞാൻ ഇന്നലെ വരെ വെച്ചു പുലർത്തുന്ന ഒരാശയം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ചിന്താധാരയുടെ ഭാഗമായിട്ട് മാറുന്നത് അതിനെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണോ? ഞാൻ ആലോചിച്ചോട്ടെ. PJ ജോസഫ് ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് ഇടതു മുന്നണിയുടെ മാനിഫെസ്റ്റോ അംഗീകരിച്ചിട്ടാണല്ലോ നിന്നിരുന്നത്. 2011 മന്ത്രിസ്ഥാനം ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് താനൊരു ഇടതുപക്ഷ ചിന്തകനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ BJP-യുടെ ഷാൾ അണിയുന്നത് ഒരു അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ദഹിക്കാത്ത കാര്യമാണ്. റെജി ലൂക്കോസ് എന്ന് പറയുന്ന ആള് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് ഉള്ള വ്യക്തിയാണെന്നുള്ളത് കൂടെ ബോധ്യപ്പെട്ടു. കാരണം ആരെങ്കിലും എത്രയോ പേര് ഇപ്പോൾ പാർട്ടി മാറുന്നു, എത്രയോ പേര് ദിവസം 100 കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടി മാറുന്നു. റെജി ലൂക്കോസിൻ്റെത് എല്ലായിടത്തും ചർച്ചയാവുന്നു, നമ്മൾ ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഇവിടെ പലരും പാർട്ടി മാറുന്ന അറിയുന്നില്ല. അതിനർത്ഥം റെജി ലൂക്കോസിന്റെ പാർട്ടി മാറ്റത്തിന് പ്രസക്തി ഉണ്ടോ? ഒരു പ്രസക്തിയില്ല. കാരണം അദ്ദേഹത്തെ പ്രസക്തി ഇല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പ്രസക്തി മീൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളൊരു ദിവസം 2 ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഇന്നലെ വരെ ചാനലുകാരെ വിളിച്ച് ഞാൻ ചർച്ചയ്ക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കലും ചർച്ചയ്ക്ക് വന്നോട്ടെ ചോദിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷ കുപ്പായ ഊരി വെച്ചിട്ട് ഒരു കാവി അണിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യൂലോ. ഇന്ന് വരെ അതിനപ്പുറത്തേക്കുള്ള ഒരു അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ക്ലാരിഫിക്കേഷൻ വരുത്താം. കുറച്ചുകൂടെ കൂടുതൽ ആധികാരികമായിട്ട് എനിക്ക് ആവശ്യത്തിൽ പറയാൻ പറ്റും. കാരണം ഞാൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുള്ളതാണ്, പലരും പോയിട്ടുള്ളതാണ്. റെജി ലൂക്കോസോ അഡ്വക്കേറ്റ് PN അസ്കറിനോ ശ്രീജിത്ത് പണിക്കർക്കോ അഡ്വക്കേറ്റ് ജയശങ്കറിനോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അല്ലാതെ അങ്ങനെ വിളിച്ചു പോകുന്ന ഒരു കുറേ പേരുണ്ട്. ഈ 3-4 പേർക്ക് എന്ത് വന്നാലും കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും അങ്ങോട്ട് പോയിട്ട് എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറയേണ്ട ഗതികേടില്ല. ശ്രീജിത്ത് പണിക്കരെയും ജയശങ്കർ വക്കീലിനെയും ഒക്കെ ഈ പറഞ്ഞ റെജി ലൂക്കോസുമായിട്ടും BN ഹസ്കറൊക്കെ ആയിട്ട് കൂട്ടിക്കെട്ടിയാലും ഞാൻ പറയുന്നത് അവർക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് പോകേണ്ട ഗതികേടില്ല. അവരെ ഒരേ ദിവസം തന്നെ പല ചാനലുകൾ വിളിക്കുകയും അവർക്ക് ഏതെങ്കിലും ഒരിടത്ത് ആദ്യം കമ്മിറ്റി എതിർത്ത് പോവുകയും ചെയ്യുന്ന രീതിയാണ്. അത് മുസ്ലിം ലീഗിലാണെങ്കിലും ഷാഫി ചാലിയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ളതാണ്. അല്ലാതെ ചർച്ചയ്ക്ക് അവസരം കിട്ടാൻ വേണ്ടി ഗതികേറേണ്ട അവസ്ഥയില്ല. സ്റ്റുഡിയോയിൽ പോകാറുമില്ല, വീട്ടിൽ വന്നിട്ട് എടുത്തു പോകുന്ന ഒരാളാണ് റെജി ലൂക്കോസ്.